G7 ഉച്ചകോടിയിൽ ഇസ്രായേലിനെ പിന്തുണച്ച് സംയുക്ത പ്രസ്താവന. ഇറാൻ ആണവായുധം സ്വന്തമാക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് G7 കൂട്ടായ്മ പറയുന്നു. പശ്ചിമേഷ്യയിലെ അസ്വസ്ഥതയ്ക്ക് കാരണം ഇറാൻ എന്നും കുറ്റപ്പെടുത്തുന്നു. സംഘർഷം അവസാനിപ്പിക്കണമെന്നും G7 സംയുക്ത പ്രസ്താവന പറയുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ഇന്ത്യൻ നാഷണൽ ഡെസ്കിൽ നിന്ന് ഓഗസ്റ്റ് സെബാസ്റ്റ്യനാണ് നമുക്കൊപ്പം ചേരുന്നത്. ഓഗസ്റ്റ് സെബാസ്റ്റ്യൻ, ഇപ്പോൾ വലിയ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലാണ് പരസ്പരം ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം പ്രയോഗിക്കുകയാണ് ഇരു രാജ്യങ്ങളും. വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ വഴുതി വീഴുമോ എന്ന ആശങ്കയിൽ നിൽക്കുമ്പോൾ G7 രാജ്യങ്ങൾ പൂർണ്ണമായി ഇസ്രായേലിനൊപ്പം നിൽക്കുകയാണ്. അവരുടെ നിലപാടുകൾ ആ വിധത്തിൽ തന്നെയാണ്. എങ്കിൽ പോലും ഇറാനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസ്താവനയാണോ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്? ബിനിൽ, ഇതിൽ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് G7 രാജ്യങ്ങൾ, അതായത് ഇപ്പോൾ അത് ഹോസ്റ്റ് ചെയ്യുന്ന കാനഡ ആയാലും അതിലെ ഏറ്റവും വൻ ശക്തികൾ എന്ന് നമുക്ക് എണ്ണയെടുക്കാവുന്ന ഫ്രാൻസ് അടക്കമുള്ള US അടക്കമുള്ള രാജ്യങ്ങൾ, നേരത്തെ തന്നെ ഫ്രാൻസും കാനഡയും ഒക്കെ തന്നെ ഗാസ വിഷയത്തിൽ ഇസ്രയേലിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഈ ഇറാൻ ഇസ്രയേൽ സംഘർഷം ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പ് വരെ. അതായത് ജൂൺ 17 ഇന്നാണ് ന്യൂയോർക്കിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോ സൗദിയുമായി ചേർന്നിട്ട് പലസ്തീനെ രാഷ്ട്രമായി പ്രഖ്യാപിക്കാനുള്ള ഒരു കോൺഫാബ് ഒരു സമ്മേളനം വിളിച്ച ദിവസമാണിത്. അത് മാറ്റിവെക്കപ്പെട്ടു. ആ നിലപാടിൽ നിന്നാണ് ഈ രാജ്യങ്ങളൊക്കെ തന്നെയും, അതായത് ഒരു G7 ഈ ഇസ്രായേലിനെ വിമർശിച്ചിരുന്ന അതേ രാജ്യങ്ങൾ, അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ UK 2 മന്ത്രിമാർക്കെതിരെയാണ് ഉപരോധം ഏർപ്പെടുത്തിയത്. ഇസ്രായേലിന് നൽകുന്ന ആയുധം നൽകുന്നത് നിർത്തിവെക്കുക തുടങ്ങിയ തീരുമാനങ്ങളിലേക്ക് പോകുന്ന UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു അന്താരാഷ്ട്ര കൂട്ടായ്മ ഈ വിഷയത്തിൽ ഇസ്രായേലിനൊരു ന്യായമുണ്ട് എന്ന നിലയ്ക്കുള്ള ഒരു പ്രസ്താവന, അതിന് സംയുക്ത പ്രസ്താവന നടത്തുന്നതെന്ന് വേണം നമ്മളതിനെ മനസ്സിലാക്കാൻ. അവർ ഈ പ്രസ്താവനയിൽ പറയുന്ന കാര്യം ശ്രദ്ധേയമാണ്. ഈ സംഘർഷം ഡീഎസ്കലേറ്റ് ചെയ്യണം, പക്ഷേ ഇറാൻ ആണവ ആയുധം സ്വന്തമാക്കുന്നത് അംഗീകരിക്കാനുമാവില്ല. അതുകൊണ്ട് ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അത് ഇസ്രായേലിനൊപ്പം നിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതേസമയം ഗാസയിലെ സമാധാന ശ്രമങ്ങൾക്കും ഇറാൻ ആണവായുധം കൈക്കലാക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ആണവായുധം വികസിപ്പിച്ചെടുക്കുന്നത് ഗാസയിലെ സമാധാന ശ്രമത്തിനും ഭാവിയിൽ അത് ദോഷകരമായി വരുമെന്നും G7 രാജ്യങ്ങൾ പറയുന്നുണ്ട് എന്നതുകൂടി നാം കണക്കിലെടുക്കേണ്ടതുണ്ട്. ബിനിൽ, ഓക്കെ, അപ്പോൾ G7 രാജ്യങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി ഇസ്രായേലിന് പിന്തുണ അർപ്പിച്ചിരിക്കുകയാണ്. ഇറാനാണ് ഈ വിഷയങ്ങൾ, പശ്ചിമേഷ്യയിലെ സാഹചര്യം മോശമാക്കുന്നത് എന്ന കുറ്റപ്പെടുത്തൽ കൂടി നടത്തുകയാണ്. ആണവായുധം കൈവെക്കുന്നതിനെ പറ്റി ആശങ്കയും അവർ വെച്ച് പുലർത്തുകയാണ്. അമേരിക്ക ഉൾപ്പെടെയുള്ള അംഗരാജ്യങ്ങളാണ് G7 ഉള്ളത് എന്നുള്ളത് പ്രേക്ഷകർ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് സെബാസ്റ്റ്യനാണ് വിവരങ്ങൾ നൽകിയത്.